Good morning, students. Another university problem. Problem apply Lagrange's interpolation formula to find the value of y at x is equal to 3 for the following data. X in the value is 1, 2, 7, 8. Then the corresponding y value is 4, 5, 5, 4. So x is equal to 1 number, y value 4. X is equal to 2 number, y value 5. X is equal to 7 number, y value 5. X is equal to 8 number, y value 4. Now, x is equal to 3 ആകുമ്പോൾ y യുടെ വാല്യൂ 3 ആയിരിക്കും. Lagrange's interpolation formula ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിന് ഇതിനെ x0 ആയിട്ട് എടുക്കാം. ഇത് x0, ഇത് x1, ഇത് x2, ഇത് x3. ഇത് y0, ഇത് y1, y2, y3. ഇനി നമുക്ക് yx കാണാനുള്ള ഫോർമുല y of x അല്ലെ x is equal to 3 ആകുമ്പോൾ കാണാനുള്ള ഫോർമുല ഇതാണ്. L0x y പ്ലസ് അതുപോലെ L1x y1 പ്ലസ് L2x y2 L3x y3. ഇതാണ് നമ്മുടെ ഫോർമുല. ഈ ഫോർമുലയിൽ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം L0x y0 കണ്ടുപിടിക്കാം. L1x y1 ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് കൂട്ടിക്കഴിഞ്ഞ ശേഷം x നമ്മൾ 3 കൊടുത്താൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? x is equal to 3 എന്നുള്ള തന്നെ ആൻസർ. ആദ്യം L0x കണ്ടുപിടിക്കും. L0x കാണാനുള്ള ഫോർമുല എന്താണ്? L0x കാണാനുള്ള ഫോർമുല x minus x1, x minus x2, x minus x3 divided by താഴെ x0 minus x1, x0 minus x2, x0 minus x3. ഇതാണ് ഫോർമുല. ഈ ഫോർമുല എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ x0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. x0 minus x1, x0 minus x2, x0 minus x3. ന്യൂമറേറ്ററിലാണെങ്കിലോ x0 ഉണ്ടാവില്ല. x minus x1, x minus x2, x minus x3. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് L0x ആണ് അല്ലെ. L0x പറയുമ്പോൾ x is equal to 3 ആണ്. അപ്പൊ x നമുക്ക് 3 കൊടുക്കാം. 3 മൈനസ് ഇവിടെ x1 എത്രയാണ്? x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 minus 2. അതുപോലെ 3 minus 7, 3 minus 8. ന്യൂമറേറ്റർ കഴിഞ്ഞു. ഡിനോമിനേറ്ററിൽ x0 ആണ്. x0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. 1 minus 2, 1 minus 7, then 1 minus 8. കാൽക്കുലേറ്റ് ചെയ്യാം. 3 minus 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. 3 minus 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. 3 minus 8 എന്ന് പറഞ്ഞാൽ -5 ആണ്. താഴെ 1 minus 2 എന്ന് പറഞ്ഞാൽ -1, 1 minus 7 എന്ന് പറഞ്ഞാൽ -6, 1 minus 8 എന്ന് പറഞ്ഞാൽ -7. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? ന്യൂമറേറ്ററിൽ 20 എന്ന് വരും. ഡിനോമിനേറ്ററിൽ എത്രയാണ്? 7 6 42 -40. ഇനി L0x into y0 എന്നാണ്. L0x into y0. എന്റെ ആൻസർ 20 by -42 into y0 എന്താണ്? y0 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4. അപ്പൊ നമുക്ക് 80 divided by -42 80 divided by -42. അപ്പൊ ആദ്യത്തെ നമുക്ക് ആദ്യത്തെ വാല്യൂ അതായത് L0x y0ന്റെ വാല്യൂ കിട്ടുന്ന എത്രയാണ്? 80. അതിനോട് നോട്ട് ചെയ്തില്ല. L0x y0ന്റെ വാല്യൂ 80 divided by 80 by 42 നമുക്ക് ഇങ്ങനെ എഴുതാം. 40 divided by -20 കൊണ്ട് എഴുതാം. അപ്പൊ ആദ്യത്തെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി ഇതുപോലെ അടുത്ത വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ L1x ആണ്. രണ്ടാമത്തെ വാല്യൂ L1x. L1x ആണ് ഫോർമുല എന്താണ്? x minus x0, x minus x2, x minus x3 divided by x1 minus x0, x1 minus x2, x1 minus x3. ഇതാണ് L1x ന്റെ ഫോർമുല. L1x ന്റെ ഫോർമുല പ്രത്യേകത ഡിനോമിനേറ്ററിൽ x1 സ്റ്റാർട്ട് ചെയ്യും. ന്യൂമറേറ്ററിൽ x1 ഉണ്ടാവില്ല. അപ്പൊ ന്യൂമറേറ്ററിൽ x minus x0, x minus x2, x minus x3. ഡിനോമിനേറ്ററിൽ x1 minus x0, x1 minus x2, x1 minus x3. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ x എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. 3 minus x1 എന്ന് പറഞ്ഞാൽ എത്രയോ? 3 minus 1, then 3 minus 7, then 3 minus 8.
3 minus h. Denominator എന്താണ് നോക്കിയേ? Denominator x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 minus 1, then 2 minus 7, then 2 minus h. Simplify ചെയ്യാം. 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 3 minus 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. 3 minus h എന്ന് പറഞ്ഞാൽ -5 ആണ്. Divided by 2 minus 1 1 ആണ്. 2 minus 7 -5. 2 minus 8 -6 ആണ്. -5 -7 വെട്ടിക്കളഞ്ഞു. അപ്പോൾ നമുക്ക് 2 6 വെട്ടിക്കളഞ്ഞ് 3 വരും. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ 4 വരും. ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇവിടെ 2 മൈനസ് ഉണ്ട്. 4/3 വരും. ഇനി നമുക്ക് L1x into y1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4/3 into y1 എത്രയായിരുന്നു? y1 എന്നുള്ള 5 ആയിരുന്നു. അപ്പൊ 20/3. രണ്ടാമത്തെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 20/3 ആണ്. അപ്പൊ L1x y1 is equal to 20/3. രണ്ടാമത്തെ വാല്യൂ 20/3. ഇനി നമുക്ക് മൂന്നാമത്തെ വാല്യൂ കണ്ടുപിടിക്കണം. L2x കണ്ടുപിടിക്കണം. മൂന്നാമത് L2x കണ്ടുപിടിക്കാം. L2x കണ്ടുപിടിക്കും. L2x കാണാനുള്ള ഫോർമുല എന്താണ്? x minus x naught, x minus x1, x minus x3. ന്യൂമറേറ്റർ ആരുണ്ടാവില്ല? x2 ഉണ്ടാവില്ല. ഡിനോമിനേറ്ററിൽ x2 സ്റ്റാർട്ട് ചെയ്യും. x2 minus x naught, x2 minus x1, x2 minus x3. ഡിനോമിനേറ്ററിൽ x2 സ്റ്റാർട്ട് ചെയ്യും. ന്യൂമറേറ്ററിൽ x2 ഉണ്ടാവില്ല. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ 3 മൈനസ് x നോട്ട് എത്രയാണ്? x നോട്ട് തന്നെ 1 ആണ്. 3 മൈനസ് 1. അതുപോലെ 3 മൈനസ് 2, 3 മൈനസ് 8. x ന്റെ വാല്യൂ 3 കൊടുത്തു. x നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. x1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ x3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 3 മൈനസ് 1, 3 മൈനസ് 2, 3 മൈനസ് 8 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ x2 എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കിയേ? x2 എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പൊ 7 minus 1, then 7 minus 2, 7 minus 8. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 3 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 3 minus 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 3 minus 8 minus 5 divided by 7 minus 1 6, 7 minus 2 5, 7 minus 8 minus 1. Calculate ചെയ്യുമ്പോൾ 5 കട്ട് ആയിപ്പോയി. 2 divided by -6 വരും. 2 divided by -2 divided by 6 വരും. അപ്പോൾ നമുക്ക് 2/6 വരും. 2/6. Therefore L2x into y2 എന്ന് പറയുന്നത് എന്താണ്? 2/6 into y2 ന്റെ വാല്യൂ എത്രയാണ്? y2 ന്റെ വാല്യൂ 5 ആണ്. അപ്പോൾ 10/6. 10/6. അപ്പോൾ L2x y2 എന്ന് പറയുന്നത് 10/6. മൂന്നാമത്തെ വാല്യൂ കിട്ടി. 10/6 എന്നാണ് മൂന്നാമത്തെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ വാല്യൂ കണ്ടുപിടിക്കണം. നാലാമത്തെ വാല്യൂ ഏതാണ്? മൂന്നാമത്തെ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത്. L2x y2. L3x y3 കിട്ടും. L3x ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും കേട്ടോ. അപ്പൊ L3x കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല എന്താണ്? x മൈനസ് x നോട്ട്, x മൈനസ് x1, x മൈനസ് x2. x3 ഇല്ല. x3 സ്റ്റാർട്ട് ചെയ്യുന്നു. x3 മൈനസ് x നോട്ട്, x3 മൈനസ് x1, x3 മൈനസ് x2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ എന്താ കൊടുക്കേണ്ടത്? x ന്റെ വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത് 3 ആണ്. അപ്പൊ 3 മൈനസ് 1, 3 minus 2, 3 minus 7. ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ x3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 minus 1, 8 minus 2, 8 minus 7. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നോക്കാം. 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 minus 4 divided by 8 minus 1 എത്രയാണ്? 7 into 6 into -1. ഇവിടെ നമുക്ക് 6 2 വിട്ട് കളയാം. അപ്പൊ 3 വരും. അപ്പൊ -4 ഡിവൈഡഡ് ബൈ ഇവിടെ 7 3 21 -21 വരും.
അപ്പോൾ നമുക്ക് 4/21 ഉണ്ട്. Therefore L3x y3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/21 into 4. അപ്പോൾ 16/21. അപ്പോൾ മൂന്നാമത്തെ വാല്യൂ L3x y3 കിട്ടി. 16/21. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 16/21. ഇവിടെ നമുക്ക് x minus x0, x minus x1, x minus x2. x എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 minus 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 3 minus 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, 3 minus 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഡിനോമിനേറ്ററിൽ x3 എന്ന് പറഞ്ഞാൽ 8 minus 1, 8 minus 1 7, 8 minus 2 6, 8 minus 7, 8 minus 7 എന്ന് പറഞ്ഞാൽ എത്രയാ? +1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ പ്ലസ് ആണ് കിട്ടുന്നത്. അപ്പോൾ -4/21 ആണ്, -16/21 ആണ്, -16/21. നമ്മുടെ ഫോർമുലയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y3 ആണ് കിട്ടേണ്ടത്. y3 കിട്ടാനായിട്ട് y3 is equal to L0x into y0 plus L1x into y1 plus L2x into y2 plus L3x into y3. അപ്പോൾ L0x ന്റെ വാല്യൂ എത്രയായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 40/21 പ്ലസ് L1x ന്റെ വാല്യൂ എത്രയായിരുന്നു? 20/3 പ്ലസ് L2x ന്റെ വാല്യൂ എത്രയായിരുന്നു? 10/6 പ്ലസ് ഇനി L3x y3 യുടെ വാല്യൂ എത്രയായിരുന്നു? -16/21. ഇതങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എടുത്ത് എഴുതാൻ വേണ്ടി സൗകര്യമുണ്ട്. അതിന് വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്. ഇനി ഇതിന്റെ കോമൺ ആയിട്ട് LC കൊടുക്കാം. കോമൺ LC നമുക്ക് ഇവിടെ 21 LC കൊടുക്കാം. അപ്പൊ 21 -40, 21 3 7 പ്രാവശ്യം 7 2 14 140, 21 6 നമുക്ക് ഇങ്ങനെ വിട്ടുകളയാം. അപ്പൊ നമുക്ക് 5/3 എന്ന് വരും. അപ്പൊ 21 3 പ്രാവശ്യം എഴുതും, 7 പ്രാവശ്യം 7 5 35, 21 1 പ്രാവശ്യം -10. അപ്പൊ ഇവിടെ നമ്മള് തന്നിരിക്കുന്ന ആൻസർ L0x y0, L1x y1, L2x y2, L3x y3 എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. L0x y0 ന്റെ ആൻസർ -40/21 ആണ്. L1x y1 ആൻസർ 20/3 ആണ്. L2x y2 ന്റെ ആൻസർ 10/6 എന്നതിനെ 5/3 എന്ന് എഴുതി. മൈനസ് അടുത്ത L3x ന്റെ -16/21. ഇനി കോമൺ ആയിട്ട് LCM 21 എടുത്തു. അപ്പൊ ആദ്യത്തെ -40 കിട്ടി, രണ്ടാമത്തെ നമുക്ക് 140 കിട്ടി, മൂന്നാമത്തെ ആൻസറിൽ 21 3 7 പ്രാവശ്യം 7 35, 21 21 പ്രാവശ്യം -16. ഇതെല്ലാം കൂട്ടി കഴിയുമ്പോൾ 140 35 175 പ്ലസ് 10 കൂട്ടി -16 40. അപ്പൊ -56/21. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 119 വരും. 119/21. 9 15 5 6 1 7 1. അപ്പൊ 119/21. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 5.667. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ y3 എന്നുള്ളതിന്റെ ആൻസർ y3 is equal to 5.667. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ട് കിട്ടുന്ന ആൻസർ. അപ്പൊ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തത്. അപ്പൊ ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് L0x y0, L1x y1, L2x y2, L3x y3 ഇത് ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് എല്ലാം കൂടി കൂട്ടുക. ഇത് ഒരുമിച്ച് കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് വന്നാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടേ. ഓരോന്ന് L0x y0 ആദ്യം കണ്ടുപിടിക്കുക, L1x y1 രണ്ടാമത് കണ്ടുപിടിക്കുക, L2x y2 മൂന്നാമത് കണ്ടുപിടിക്കുക, L3x y3 നാലാമത് കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. അപ്പൊ x = 3 ആകുമ്പോൾ y-യുടെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 5.667 ആണ്. ഏത് ഫോർമുല ആണ് ഉപയോഗിച്ചത്? ലഗ്രാഞ്ചസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിച്ചത്. അപ്പൊ L0x എന്നുള്ള ഫോർമുല എങ്ങനെയാണ് എഴുതേണ്ടത്? ന്യൂമറേറ്ററിൽ x0 ഉണ്ടാവില്ല, ഡിനോമിനേറ്ററിൽ x0 സ്റ്റാർട്ട് ചെയ്യും. 11x ആണെങ്കിലോ ന്യൂമറേറ്ററിൽ x1 ഉണ്ടാവില്ല, ഡിനോമിനേറ്ററിൽ x1 സ്റ്റാർട്ട് ചെയ്യും. L2x ആണെങ്കിൽ ന്യൂമറേറ്ററിൽ x2 ഉണ്ടാവില്ല, ഡിനോമിനേറ്ററിൽ x2 സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല ഓർത്തിരിക്കുക. അങ്ങനെ ആ ഫോർമുല ഉപയോഗിച്ച് L0x ഉം L1x ഉം L2x ഉം L3x ഉം കണ്ടുപിടിച്ച് അതിനെ y0 y1 y2 y3 കറസ്പോണ്ടിങ് വാല്യൂസ് ഗുണിച്ച് അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് x = 3 ആകുമ്പോഴുള്ള y-യുടെ വാല്യൂ നമുക്ക് ഓക്കെ.